നമസ്കാരം. നിള 24 ലൈവ് വീണ്ടും ഒരു എലക്ഷൻ സർവേയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. പട്ടാമ്പി മണ്ഡലം ഇപ്രാവശ്യം ആർക്കൊപ്പമാകും എന്നാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പോൾ എലക്ഷൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ജനം പറയട്ടെ. പട്ടാമ്പി മണ്ഡലത്തിൽ ടി.പി. ഷാജി ജയിക്കും. കാരണം ഇപ്പോൾ ഇവിടെ ഈ നമ്മളെ പഞ്ചായത്തിൽ ഇപ്പോൾ ഈ 10 കൊല്ലമായിട്ട് നമ്മളെ പഞ്ചായത്തിന് മാത്രം ഒരു വികസനങ്ങളും തന്നിട്ടില്ല ഇപ്പോഴത്തെ എം.എൽ.എ. കാരണം പഞ്ചായത്ത് ഭരിക്കുന്നത് വേറെ ഇതാവുകൊണ്ട് അവരൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനെ തോൽപ്പിക്കാനുള്ളൊരു ഇതിലാണ്. മോശം ജയിക്കും തോന്നുന്നു. നിലവിലെ എം.എൽ.എ. മോശം തന്നെ. ടി.പി. ഷാജി. എന്തായിരിക്കും കാരണം? പട്ടാമ്പി മണ്ഡലം പ്രാവശ്യം ടി.പി. ഷാജി പിടിച്ചെടുക്കും. ടി.പി. ഷാജി കാരണം അങ്ങനെയാണ്. കോൺഗ്രസ് എന്തായാലും വരണം. മറ്റേ ഭരണം നമ്മൾ മടുത്തിക്കണ്. ജനങ്ങൾ 10 കൊല്ലം അവരിരുന്നില്ലേ, കഴിഞ്ഞവർക്ക് ഇറങ്ങിപ്പോകാം. UDF വരണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം. ഒരു ഭരണമാറ്റം മിക്കവാറും മുസ്ലിനായിരിക്കും സാധ്യത. ഇത്തവണ പട്ടാമ്പി മണ്ഡലത്തിൽ ആരാവും ജയിക്കുക? മുസ്ലിനുണ്ട്, ടി.പി. ഷാജി ഉണ്ട്, മനോജ് വക്കീലുണ്ട്. ഭൂരിപക്ഷം കാണുന്നത് മുസ്ലിനാണ്. അങ്ങനെ ചോദിച്ചാൽ 2 പ്രാവശ്യം മുസ്ലിനായിരുന്നു. ഇപ്രാവശ്യം മാറ്റം വരാൻ സാധ്യത കൂടുതലാണ്. ടി.പി. ഷാജി ജയിക്കുന്നതാണ് ഞാൻ കണ്ട കാഴ്ചപ്പാട്. ജയിക്കാം. നമ്മുടെ മോശം തന്നെ ജയിക്കുള്ളൂ. അതിനെന്താവും കാരണം? അത് കാരണം കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പാവങ്ങൾക്കായാലും ശരി, ഓരോരുത്തർക്ക് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പലതുകൊണ്ടും ആളിനെ ജയിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് രണ്ടൂട്ടും നല്ല ഇതാണ്, മത്സരമാണ്. എന്താ പറഞ്ഞാൽ ഇതുവരെ മൂസിനും മോശമില്ല, ഷാജി മോശമില്ല. രണ്ടിലൊരാള് എങ്ങനെയാലും ഉണ്ടാവും. നമുക്ക് UDF ആണ്. മുഹ്സിൻ ജയിക്കും. കാരണം മുഹ്സിൻ ഈ മണ്ഡലത്തിൽ നിരവധി വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് 1500 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് മുഹ്സിൻ തന്നെ ജയിക്കുള്ളൂ. നമ്മൾ UDFിൻ്റെ UDF ജയിക്കണം എന്നാണല്ലോ ആഗ്രഹം ഉണ്ടാകുക. ഇവിടെ UDFിനുള്ള മൂലമുണ്ട്. UDF വരുള്ളൂ. ടി.പി. ഷാജി. കാരണം എന്തായിരിക്കും? കാരണം എന്നല്ല, നമുക്ക് ഇതുവരെ ഭരണം കൊണ്ട് എടുത്തു. അതാണ് അതുകൊണ്ട് ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ടാണ്. അത് മൂസിൻ ജയിക്കാനാണ് സാധ്യത. ഇങ്ങനെ ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ കാരണം? അല്ല, മൂപ്പയാള് ഇത്രയും കാലം ഇവിടെ ഭരിച്ചിട്ട് നല്ല ഉഷാറായിട്ടാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളത്. LDF ജയിക്കുള്ളൂ. കാരണം അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. അതിൻ്റെ പേരിൽ അതാണ് ജയിക്കാന്നാണ്. UDF ആയിരിക്കും ജയിക്കാം. ടി.പി. ഷാജി. എന്താണ് കാരണം? അതായത് ഈ പ്രാവശ്യത്തെ നമ്മൾ വികസനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മറ്റെല്ലാ കാര്യവും നോക്കുകയാണെങ്കിൽ ഷാജിക്കുള്ള ഒരു മുൻതൂക്കം കാണുന്നുണ്ട്. അത് സംശയിക്കുകയാണെന്നില്ല, മൂസിനെ ജയിക്കാൻ ചാൻസ് ഉള്ളൂ. കാരണം എന്താവും? മൂസിൻ ആർക്കും ഒരു കുഴപ്പമില്ലാത്തൊരു ആളാണ്. ഒരു മറ്റൊരു രീതിയിൽ വികസനം കുറേ കൊണ്ടുവരാത്ത ഒരാളോ അങ്ങനത്തെ ഒരാളൊന്നുമല്ല. നല്ല മര്യാദ ലെവലിൽ അവനാ പുള്ളിക്ക് ചെയ്യാൻ പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരപ്പം ജയിക്കാന്നല്ല നമുക്ക് അറിയില്ലല്ലോ. കാരണം എന്താവും? കാരണം എല്ലാവർക്കും നല്ല പരിചയമുള്ള ആളാണ്. അത് ടി.പി. ഷാജി ആവാനാണ് സാധ്യത. അതിനെന്തായിരിക്കും കാരണം? കാരണം മോശം നല്ല കാറ്ററിനൊക്കെയാണ്, പക്ഷേ വികസനം തിരുവാപ്പുറ പഞ്ചായത്തിലേക്ക് കണ്ടിട്ടില്ല. ടി.പി. ഷാജി ഒട്ടും മോശമില്ലാത്ത ആളാണ്. വ്യക്തിപരമായിട്ട് ജനങ്ങളുടെ കൂടെ ഒന്നും കൂടി കൂടുതൽ സാധ്യത മൂസിനാണ്. അന്ന് SP അമീർ അലി എഴുതി തള്ളാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ്. മൂസിൻ്റെ വികസനം ആലോചിച്ച് മൂസിൻ ജയിക്കേണ്ടതാണ്. പിന്നത്തെ കാര്യങ്ങളൊന്നും പറയാൻ വയ്യ. അങ്ങനെയാണ് പിന്നെ എൻ്റെ അഭിപ്രായം. പ്രാവശ്യം 2 കൂട്ടരും തുല്യ ശക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ചെറിയൊരു ഇതാർക്കാണ് കിട്ടും, ലീഡ് ആർക്കാണ് കിട്ടുന്നത് അവർ ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തേക്കായാലും അത്ര ഈസി ജയാവൂല. കടുത്ത മത്സരം തന്നെയാണ്. LDF ജയിക്കും. കാരണം എല്ലാ വികസനങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. LDF സർക്കാർ 10 കൊല്ലത്തെ വികസനത്തിൻ്റെ ആ ചട്ടങ്ങളായിട്ട് LDF തന്നെ വരുന്നതാണ് തോന്നുന്നത്. പട്ടാമ്പി മണ്ഡലത്തിലെ പറയുകയാണെങ്കിൽ ഒരു ശക്തമായ മത്സരമാണ്. മോശിന് 10 വർഷമായിട്ട് പട്ടാമ്പിയിലുണ്ട്. പക്ഷേ കൂടുതൽ വികസനങ്ങൾ നടത്തിയെന്ന് ചോദിച്ചാൽ നടത്തിയിട്ടില്ല, എന്നാൽ നടത്തിയിട്ടുണ്ട് താനും. ടി.പി. ഷാജി നല്ലൊരു പോരാളിയാണ്, എതിരാളിയാണ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ UDFിൻ്റെ ഗവൺമെൻറ് വരുന്ന സ്ഥിതിക്ക്
പട്ടാമ്പി UDF തൂത്തുവാരുന്നാണ് എൻ്റെ അഭിപ്രായം.